അമേരിക്കക്കാരുടെ ജീവനും സമ്പത്തും വെച്ചുള്ള കളിയാണ് ഈ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. യുദ്ധക്കൊതിയനാണ് അയാൾ നടത്തുന്ന യുദ്ധങ്ങൾ മാനവരാശിക്കെതിരെയുള്ള യുദ്ധമാണ്. പ്രതികരിച്ചത് കമലാ ഹാരിസും സൊഹ്റാൻ മംദാനിയുമാണ്. ഇരുവരും തങ്ങളുടെ പേജുകളിലൂടെ ഇറാനിൽ നടക്കുന്ന മനുഷ്യക്കുരുതിയെ, അത് കാരണമായി ലോകത്തെമ്പാടും നടക്കുന്ന അക്രമങ്ങളെ മുഴുവൻ അപലപിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ്. ഇത് നമ്മുടെ രാജ്യത്താണെങ്കിൽ രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തും. നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധിയും അതിശക്തമായി ഇതിനെ അപലപിക്കുകയുണ്ടായി. കാരണം അത്രമേൽ യുദ്ധക്കൊതിയനും വെറിയനുമാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള കാര്യം അമേരിക്കക്കാർക്ക് തന്നെ അറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ടുകൂടിയാണ് കമലാ ഹാരിസും സൊഹ്റാൻ മംദാനിയും ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നത്. ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ യുദ്ധങ്ങൾ ചിലപ്പോൾ അധിനിവേശത്തിൻ്റെ പേരിലാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയതിൻ്റെ പേരിലാവും. എന്നാൽ യാതൊരു സാധ്യതയുമില്ലാതെ ഒരു വിഷയത്തിൽ മധ്യസ്ഥ ചർച്ച നടന്നുകൊണ്ടിരിക്കെ, അതിൽ പുരോഗതിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ, സ്വന്തം രാജ്യത്ത് നിന്ന് വിമാനം പറന്നു പൊങ്ങി മറ്റൊരു സോവറിൻ രാജ്യത്തിൻ്റെ പരമാധികാരിയെ വധിക്കുക, എന്നിട്ടത് അഹങ്കാരത്തോടെ ഇരുട്ടിൻ്റെ ശക്തി ഇല്ലാതായി, ഭീകരനില്ലാതായി എന്ന് പ്രഖ്യാപിക്കുന്നതാരാ? കൊടും ഭീകരതയും ഒരു തരത്തിലുള്ള വ്യക്തിപരമായ ഇൻ്റഗ്രിറ്റിയോ വ്യക്തിനിഷ്ഠയോ മൂല്യങ്ങളോ ഒന്നുമില്ലാത്ത വെറും വെറിയനായ, എത്രയോ കേസുകളിൽ പ്രതിയായ, എപ്സ്റ്റീൻ ഫയലുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെപ്പോലും ഉപദ്രവിച്ചു എന്ന് കുപ്രസിദ്ധി നേടിയ ഒരു കുപ്രസിദ്ധ കുറ്റവാളിയുടെ നേതൃത്വത്തിൽ അയാളുടെ പിന്തുണയോടെയാണ് ഈ മനുഷ്യക്കുരുതി ലോകത്ത് നടക്കുന്നത്. ആ മനുഷ്യക്കുരുതിക്ക് നേതൃത്വം നൽകുന്ന ആളിനെ നീതിമാൻ്റെ പക്ഷമെന്നും നീതിയുടെ പക്ഷമെന്നും ഒക്കെ വിളിക്കുന്നു. കുറേ പേരെ അയാൾ കൊല്ലുന്നു, മറ്റു കുറേ പേരെ വിരട്ടി കീഴ്പ്പെടുത്തുന്നു, മറ്റു കുറേ പേരെ എപ്സ്റ്റീൻ ഫയൽ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഓരോന്നും പ്രഖ്യാപിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെയും രാജ്യത്തെയും ഒരുതരം അപമാനിതരാക്കുന്ന വല്ലാത്ത ഏർപ്പാട്. ആ സംഗതിയോടെയാണ് കമലാ ഹാരിസും സൊഹ്റാൻ മംദാനിയും കൃത്യമായി പ്രതികരിച്ചത്. അമേരിക്കക്കാരത് ആഗ്രഹിക്കുന്നില്ലെന്നും അമേരിക്കയുടെ സമ്പത്തും അതുപോലെ തന്നെ മറ്റു നികുതിയും അവരുടെ കാശും ഉപയോഗിച്ച് അവിടെ കഷ്ടപ്പാടിലും സാമ്പത്തിക പ്രയാസത്തിലും മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമുകൾ പോലും ഇല്ലാതെ വല്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ആ മനുഷ്യരെ ഒന്നും നോക്കാതെ യുദ്ധക്കൊതിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന ട്രംപിനെയാണ് അവർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ കുറ്റകൃത്യത്തെയാണ് അവർ വല്ലാണ്ട് വിമർശിച്ചിരിക്കുന്നത്. കാരണം നഗരങ്ങളിൽ ബോംബെറിയുന്നു, സാധാരണക്കാരെ കൊല്ലുന്നു, ഇതൊന്നും അമേരിക്കക്കാരാഗ്രഹിക്കുന്നതല്ലെന്നാണ് സൊഹ്റാൻ മംദാനിയുടെ പ്രസ്താവന പറഞ്ഞത്. കാരണം 55, 80, 90, 100 കുട്ടികളെ, പിഞ്ചു പെൺമക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് അവിടേക്ക് ബോംബിട്ട് കൊന്നാസ്വദിക്കുന്നത് ഏത് മനുഷ്യർക്കാണ് പിന്തുണയ്ക്കാനാവുക? അതിനെതിരെയാണ് കമലാ ഹാരിസും സൊഹ്റാൻ മംദാനിയും രംഗത്ത് വന്നത്. പ്രിയങ്ക ഗാന്ധി തൻ്റെ പേജിൽ കുറിച്ചതിങ്ങനെയാണ്: ദ ടാർഗറ്റഡ് അസാസിനേഷൻ ഓഫ് ദി ലീഡർഷിപ്പ് ഓഫ് എ സോവറിൻ നേഷൻ by so-called leaders of the democratic world and the killing of multitudes of innocent people is indespicable and deserving strong condemnation, no matter what they proclaimed reason for it. It is a tragic that multiple nations have now been dragged into conflict. The world needs peace, not more unnecessary wars. Those in charge of it would do well remember Mahatma Gandhi's words, an eye for an eye makes the world blind. I do hope that having genuflected before the Prime Minister of Israel and President Trump, our Prime Minister makes every effort to bring all Indian citizens in the affected countries back to home safely. ഈ രാജ്യത്തെ ഒരു പരമാധികാര രാജ്യത്തിൻ്റെ നേതാവിനെ ഈ ജനാധിപത്യ ലോകമെന്ന് അവകാശപ്പെടുന്നിടത്ത് കയറി വധിക്കുകയും ഒരുപാട് നിരപരാധി രാജ്യങ്ങളിലെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയും മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്നത് എന്തെല്ലാം കാരണം പറഞ്ഞാലും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എന്ന് കുറിക്കുന്ന പ്രിയങ്ക ഗാന്ധി, കണ്ണിന് പകരം കണ്ണ് എന്ന തത്വം ഈ ലോകത്ത് സ്വീകരിച്ചാൽ ലോകം മുഴുവൻ അന്ധമായി പോകുമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഗ്രഹിക്കട്ടെ എന്നും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയോടും ഇസ്രയേലിനോടും ഇടപെട്ടുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കട്ടെ എന്നുമാണ് പ്രിയങ്ക ഗാന്ധി തൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്ന് പറയാൻ പോയിട്ട് മിണ്ടാൻ പോലും കഴിയാത്തവണ്ണമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്ഥിതി. പണ്ടൊക്കെ അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ അത് അരുതെന്നും അത് അനീതിയാണെന്നും ഉറക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെ മിണ്ടാൻ? കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഈ സന്ദർഭത്തിൽ അത് ഞാൻ പറയുന്നില്ലെങ്കിലും